ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ULCCS ഒരു കോർപ്പറേറ്റ് കൊള്ളസംഘമായി മാറിയിരിക്കുകയാണെന്ന് മുൻ MLA PV അൻവർ. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി വ്യാജ സർവേ എന്ന് പരാതി. ഇതിനെതിരെ DCC തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും പ്രവീൺ കുമാർ പറഞ്ഞു. LP വിഭാഗത്തിൽ കൂടി സംസ്കൃതോത്സവം ആരംഭിക്കുന്ന കാര്യത്തിൽ അനുഭാവപൂർവമായ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന വൻ മാഫിയ സംഘം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ഭാരവാഹികൾ. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ULCCS ഒരു കോർപ്പറേറ്റ് കൊള്ളസംഘമായി മാറിയിരിക്കുകയാണെന്ന് മുൻ MLA PV അൻവർ. ഇതിനിവർക്ക് എല്ലാ ഒത്താശയും ചെയ്യുന്നത് CPM-ഉം ഇടതു സർക്കാരുമാണെന്നും PV അൻവർ പറഞ്ഞു. കേരളീയ സമൂഹം ഒരു കാലഘട്ടത്തിൽ അഭിമാനമായി നമ്മൾ ഉൾപ്പെടെ പറഞ്ഞിരുന്ന ഒരു സൊസൈറ്റി സംവിധാനമാണ് ULCC നമുക്കറിയാം. പക്ഷേ ഇന്ന് ഒരു സഹകരണ മേഖലയിൽ നിന്ന് പരിപൂർണമായി മാറി ഒരു കോർപ്പറേറ്റ് കൊള്ളസംഘത്തിൻ്റെ അവസ്ഥയിലേക്ക് ഊരാളുങ്ങൾ സൊസൈറ്റി മാറിയിരിക്കുന്നു എന്നത് വസ്തുതാപരമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഏകദേശം 1 ലക്ഷം കോടിയോളം രൂപയുടെ പ്രവർത്തികൾ ഈ സൊസൈറ്റി ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. കിഫ്ബി വഴി തന്നെ ഏകദേശം 60,000 കോടിയോളം രൂപയുടെ ടെൻഡറുകൾ അവർ എടുത്തിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയായിട്ട് ഇത് പരിശോധന നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയും. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നിലക്ക് അവർക്ക് സർക്കാർ മുമ്പ് അനുവദിച്ച് നൽകിയിരുന്ന ഒരു 10% പ്രിഫറൻസ്, അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തി വരുന്നത്. അന്നത്തെ ഊരാളുങ്ങൾ സൊസൈറ്റി എന്ന് പറയുന്നത് 100-ൽ താഴെ തൊഴിലാളികളും അതിനുള്ള ചെറിയ സംവിധാനങ്ങളുമായി പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ രീതിയിലുള്ളൊരു തീരുമാനം സൊസൈറ്റികളെ പ്രൊമോട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തിലെടുത്തത്. പക്ഷെ ഇത് വന്ന് അദാനിയേക്കാളും വലിയ ഒരു കോർപ്പറേറ്റ് കമ്പനിയായി കേരളത്തിൽ ഊരാളുങ്ങൾ സൊസൈറ്റി മാറിയിരിക്കുകയാണ്. ഇതൊരു തൊഴിലാളി സംവിധാനമാണ് എന്ന ഒരു പുകമറ സൃഷ്ടിച്ച് കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാവിധ അവരുടെ തെരഞ്ഞെടുപ്പായാലും മറ്റു പാർട്ടി പരിപാടികളായാലും അവരെ സ്പോൺസർ ചെയ്യുന്ന സംവിധാനമായി ഊരാളുകൾ സൊസൈറ്റി മാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി വ്യാജ സർവേ എന്ന് പരാതി. പിന്നിൽ CPM ആണെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ ആരോപിച്ചു. ഇതിനെതിരെ DCC തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും പ്രവീൺ കുമാർ പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ സംബന്ധിച്ച് പല നിയോജക മണ്ഡലങ്ങളും ഒരു ഓൺലൈൻ വോട്ടെടുപ്പും ഒരു ഓൺലൈൻ ക്യാമ്പയിൻ നടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു. ചില നിയോജക മണ്ഡലങ്ങളിൽ 3 ആളുടെ പേരുകൾ വെച്ച് അതിന് വോട്ട് ചെയ്യുക, ആരാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി ആർക്ക് വോട്ട് ചെയ്യുക എന്നിവരുടെ സാധനം നടക്കുന്നു. പല ആളുകളിലേക്കും ഫോൺ ചെയ്ത് ചോദിക്കുന്നു, ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി, കുറേ പേര് വെച്ച്. ഇങ്ങനെ ഒരു ഈ നടക്കുന്ന സർവേയുമായി ഈ നടക്കുന്ന പ്രവൃത്തിയുമായി കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, ചില നിയോജകമണ്ഡലം പരിശോധിച്ചപ്പോൾ CPM സഹയാത്രികരായ ആളുകൾ നടത്തുന്ന ഓൺലൈൻ ചാനലാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഓരോ മണ്ഡലത്തിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഫോണിലും ഓൺലൈനിലും നടത്തുന്ന സർവേയുമായി കോൺഗ്രസ് പാർട്ടിക്ക് ബന്ധമില്ലെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ പറഞ്ഞു.
വോട്ടർമാർക്കും പ്രവർത്തകർക്കുമിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ഇടതു തന്ത്രമാണ് ഇതെന്നും CPM നിയന്ത്രണത്തിലുള്ള ഓൺലൈൻ ചാനലുകളാണ് പിന്നിലെന്നും പ്രവീൺ കുമാർ ആരോപിച്ചു. 4 ഓൺലൈൻ ചാനലുകൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് DCC പരാതി നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഒരു UDF കാരണം ഇതിൽ വീണു പോകരുത് എന്ന് പറയുന്നു. മാത്രവുമല്ല, ഇതിന്റെ യഥാർത്ഥ ആളുകളെ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി അയച്ചിട്ടുണ്ട്. പുതുയുഗ യാത്രയിലെ ജനപങ്കാളിത്തം കണ്ട് വിറളി പിടിച്ചപ്പോഴാണ് CPM വ്യാജ സർവേകളുമായി ഇറങ്ങിയത്. കുന്നമംഗലം, നാദാപുരം, കൊയിലാണ്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന CPM ചാനലുകളാണ് സർവേക്ക് പിന്നിലെന്നും പ്രവീൺ കുമാർ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. LP വിഭാഗത്തിൽ കൂടി സംസ്കൃതോത്സവം ആരംഭിക്കുന്ന കാര്യത്തിൽ അനുഭാവപൂർവമായ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സംസ്കൃതാധ്യാപക ഫെഡറേഷന്റെ 48ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭാരതീയ സംസ്കാരത്തിന്റെ സാക്ഷാത്കാരമാണ് സംസ്കൃത ഭാഷയെന്നും സംസ്കൃതോത്സവ മാനുവൽ പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിച്ച് LP വിഭാഗത്തിൽ കൂടി സംസ്കൃതോത്സവം ആരംഭിക്കുന്ന കാര്യത്തിൽ അനുഭാവപൂർവമായ ഇടപെടൽ നടത്തുമെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കേരള സംസ്കൃതാധ്യാപക ഫെഡറേഷന്റെ 48ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്കൃതം എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ സാക്ഷാത്കാരമാണ്. ഒരു സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരുടെ സംസ്കാരമാണ്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ മഹിത നേട്ടങ്ങളിൽ ഒന്നായാണ് ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെട്ട കാലം മുതൽ നമ്മുടെ നാട് സ്വീകരിച്ച ഒരു വ്യാഖ്യാനം. അത് മറന്നു പോകരുത് എന്ന് സൂചിപ്പിക്കാൻ മാത്രമേ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത സംഘം ചെയർപേഴ്സണുമായ മില്ലി മോഹൻ കൊട്ടാരത്തിൽ അധ്യക്ഷത ഭാഷണം നിർവഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സനൽ ചന്ദ്രൻ മുഖ്യഭാഷണം നിർവഹിച്ചു. KSTF ജനറൽ സെക്രട്ടറി CP സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. വിവിധ സംഘടനാ ഭാരവാഹികളായ PK അരവിന്ദൻ, അനൂപ് കുമാർ T, C ബിജു, മൻസൂർ മാടമ്പാട്ട്, സായൂജ് D, സലാം മലയമ്മ, സുധീഷ് കേശവപുരി, ശ്രീജു S എന്നിവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ സമ്മേളനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ P രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്കൃത ഭാരതി അഖിലേന്ത്യാ സെക്രട്ടറി P നന്ദകുമാർ വിഷയാവതരണം നടത്തി. ദിലീപ് MT, ഡോക്ടർ വിവേക് MV എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന വൻ മാഫിയ സംഘം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ഭാരവാഹികൾ. ഇതിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 16-ന് കലക്ട്രേറ്റ് ധർണ നടത്തുമെന്നും അവർ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ അനധികൃത ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച്, അതായത് ഭിന്നശേഷിക്കാരല്ലാത്ത ആളുകൾ ചില ഡോക്ടേഴ്സിനെയൊക്കെ സമീപിച്ച് വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച് സർക്കാർ ജോലി ഉൾപ്പെടെ സമ്പാദിക്കുന്ന അതിദയനീയമായ ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ പ്രകടമായി വന്നത് ഇപ്പോ നമ്മുടെ എയ്ഡഡ് മേഖലയിൽ ഭിന്നശേഷി സംവരണം 2018 സർക്കാർ ഉത്തരവോട് കൂടി വന്നു.
ഈ ഏഴൂർ മേഖലയിൽ ഭിന്നശേഷി സംവരണം വന്നതിന് ശേഷമാണ് ഈ വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൂടുതൽ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത്. അനർഹർക്ക് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകുന്ന അഴിമതി ലോബിക്കെതിരെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, സിറ്റിസൺസ് ഫോറം ഫോർ പീസ് ആൻഡ് ജസ്റ്റിസ്, നാട്ടൊരുമ പൗരാവകാശ സമിതി, ഹ്യൂമൻ റൈറ്റ്സ് കോഴ്സ് ന്യൂഡൽഹി എന്നിവയുടെ സഹകരണത്തോടെയാണ് കളക്ടറേറ്റ് ധർണ സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ് പ്രതിഷേധ പരിപാടി. പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും. KFB സംസ്ഥാന പ്രസിഡന്റ് KJ വർഗീസ് അധ്യക്ഷനാകും. ബിൻസിൻ മാസ്റ്റർ വിഷയാവതരണം നടത്തും. സംസ്ഥാന ജനറൽ സെക്രട്ടറി KM അബ്ദുൽ ഹക്കീം സംഘടനാ വിശദീകരണം നടത്തും. ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന വൻ മാഫിയ സംഘത്തിനെതിരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബാലുശ്ശേരി രാമയ്യ നഗറിൽ അംബേദ്കർ ഗ്രാമം പദ്ധതികൾക്ക് തുടക്കമായി. മന്ത്രി OR കേളു പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടികജാതി വികസന വകുപ്പിന്റെ 2022-23 വർഷത്തെ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ വികസന പ്രവൃത്തികളാണ് രാമയ്യർ നഗറിൽ നടപ്പാക്കുന്നത്. രാമയ്യർ നഗറിലെ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി OR കേളു പറഞ്ഞു. കേരളത്തിൽ SC/ST വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ധാരാളം പദ്ധതികൾ സർക്കാർ നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു. നമുക്ക് എന്തൊക്കെ പദ്ധതിയുണ്ട്, നമ്മൾ എങ്ങനെ പരിപാലിക്കുന്നു, നമ്മളൊക്കെ സംരക്ഷണം ഉറപ്പുവരുത്താൻ പദ്ധതിയുണ്ടോ? ഇത് നമ്മുടെ SC/ST നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കൂ? മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കണം. അപ്പോൾ കേരളത്തിലെ SC/ST വിഭാഗത്തിനെ മുഖ്യധാരയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് നിരവധി പദ്ധതികളുണ്ട്. അതിലൊരു പദ്ധതിയാണ് അംബേദ്കർ സെറ്റിൽമെൻറ്റ് പദ്ധതി എന്ന് പറയുന്നത്. ഈ പദ്ധതി എങ്ങനെയാണ് വരുന്നതല്ല, 2016 മുതലാണ് കേട്ടോ. 2016 മുതലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഒരു വർഷം ഇതേപോലെ 100 ഉന്നതി സെലക്ട് ചെയ്യും. SC വിഭാഗത്തിന് 50, ST വിഭാഗത്തിന് 50, 100 ഉന്നതിയാണ് ഒരു വർഷം എടുക്കുക. ചടങ്ങിൽ അഡ്വക്കേറ്റ് KM സച്ചിൻദേവ് MLA അധ്യക്ഷനായിരുന്നു. ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മംഗൾദാസ് ത്രിവേണി, ജില്ലാ പഞ്ചായത്ത് അംഗം VK ബാബു, ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൈശാഖ് കണ്ണേറ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. സായിപ്രഭ പറമ്പിൽ ബസാറിന്റെ ചെറുകഥാ സമാഹാരം തേജോ മാനസം പ്രകാശനം ചെയ്തു. KP രാമനുണ്ണി പ്രകാശന കർമ്മം നിർവഹിച്ചു. പൂർണ്ണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച സായിപ്രഭ പറമ്പിൽ ബസാറിന്റെ ചെറുകഥാ സമാഹാരം തേജോ മാനസം പ്രകാശനം ചെയ്തു. TBS NE ബാലകൃഷ്ണ മാരാർ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ KP രാമനുണ്ണി ഡോക്ടർ ശ്രീസൂര്യ തിരുവോത്തിന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു അവസ്ഥ വിശേഷം ഇന്നുണ്ട്. ഓർമ്മയില്ല, നന്ദിയില്ല. നന്ദി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭൂഷാവികാരാണ്. നന്ദി ശരിക്കും ഭൂഷാവികാരമൊന്നുമല്ല, മനുഷ്യന്റെ സ്മരണ എന്നൊരു സിദ്ധിയുടെ പ്രകാശനമാണ് നന്ദിയിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അനിതയ്ക്ക് എഴുത്തുകാരി എന്നുള്ള എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് തന്നെ ഓർമ്മ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഓർമ്മ എന്ന സിദ്ധിയാണ് പലപ്പോഴും നമ്മളെ എഴുത്തുകാരാക്കുന്നത്. പലപ്പോഴും പല എഴുത്തുകാരും പക്ഷേ ഓർമ്മയുടെ ശേഖരമെല്ലാം എഴുത്തിന് മാത്രം ഉപയോഗിക്കാറുള്ളൂ. ജീവിതത്തിൽ ഓർമ്മയൊന്നും കൊണ്ട് നടക്കാറില്ല. സഹായിച്ചു വരുന്നവരൊക്കെ ഓർക്കുന്നവർ വളരെ കുറവാണ്. പക്ഷെ അനിത സൂര്യപ്രഭ ജീവിതത്തിലും എഴുത്തിലും അത് കൊണ്ട് നടക്കുന്നു എന്നതാണ് അവരെ എഴുത്തിനെ സവിശേഷമായി ആത്മാർത്ഥതയുള്ളതാക്കി. MA ജോൺസൺ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ NE മനോഹർ, അഡ്വക്കേറ്റ് M ജയദീപ്, ബിനോയ് V, DK രാജേഷ് കുമാർ, സ്മിത ES, RK ഇരവിൽ എന്നിവർ സംസാരിച്ചു. സായിപ്രഭ പറമ്പിൽ ബസാർ മറുമൊഴി നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള മാപ്പിളകല അക്കാദമി കേന്ദ്ര കമ്മിറ്റിയുടെ 41ാം വാർഷികത്തിന്റെ ഭാഗമായി കലാകാരന്മാരെ ആദരിച്ചു. ഒപ്പന കുലപതി ആദം നെടിയനാടിന്റെയും അനുസ്മരണവും നടന്നു. ദഫ്മുട്ടിന്റെ അമരക്കാരൻ പുത്തൂർ കൊയിലാട് കുഞ്ഞുസീതിക്കോയ തങ്ങളെ ദേശീയ ജനറൽ സെക്രട്ടറി കുന്നമംഗലം CK ആലിക്കുട്ടിയും തനത് മാപ്പിളപ്പാട്ട് ഒപ്പനപ്പാട്ട് രചയിതാവ് ഹസൻ നെടിയനാടിനെ ദേശീയ പ്രസിഡന്റ് TP അബ്ദുള്ള ചെറുവാടിയും OM കരുവാരക്കുണ്ടിനെ അബ്ദുള്ള കരുവാരക്കുണ്ടും കഥാപ്രസംഗകൻ ആദം നെടിയനാടിനെ ഫസൽ കൊടുവള്ളിയും ഹാർമോണിസ്റ്റ് അഷറഫിനെ ഫൈസൽ എളേറ്റിലും തബലിസ്റ്റ് സലാം എളേറ്റിനെ മരക്കാർ ചെറുകരയും കേളി കേരള കർമ്മശ്രേഷ്ഠ കലാരത്ന പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. കേരള മാപ്പിളകല അക്കാദമി കേന്ദ്ര കമ്മിറ്റിയുടെ 41ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ആദരിക്കൽ പരിപാടി നടത്തിയത്. അലി റഹ്മത്താബാദ്, അൻസിൽ കാട്ടൂർ, പക്കർ പന്നൂർ, സലാം മാവൂർ, ഖാലിദ് എളേറ്റിൽ, കരീം എളേറ്റിൽ എന്നിവർ സംബന്ധിച്ചു. എളേറ്റിൽ ഓർക്കസ്ട്രയിൽ ആദം നെടിയനാട് സംഗീതം ചെയ്ത 16 പാട്ടുകൾ കുന്നമംഗലം CK ആലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ 16 ഗായകർ പാടി. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ബേപ്പൂരിലെ കൌൺസിലർമാർക്ക് സ്വീകരണം നൽകി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സലീം രാമനാട്ടുകര ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ മേഖലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബേപ്പൂരിലെ 7 വാർഡ് കൌൺസിലർമാർക്കും സ്വീകരണം നൽകി. നെടുവട്ടം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ കൌൺസിലർമാരായ K രാജീവൻ, ഷിനു പിന്നാണത്ത്, നിമി പ്രശാന്ത്, K സുരേഷ്, KP നസ്ലീന, VP ബീരാൻ കോയ, അനിതകുമാരി എന്നിവരെ സലാം മാത്തോട്ടം, മുഹമ്മദ് ഹനീഫ, P മോഹൻദാസ്, മിനി പ്രദീപ്, TPC നദീർ, മൊയ്തീൻ കോയ മാത്തോട്ടം എന്നിവർ ആദരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സലീം രാമനാട്ടുകര ഉദ്ഘാടനം ചെയ്തു. രീതിയിൽ ഇപ്പൊ മഹാത്മജി പറഞ്ഞിട്ടുണ്ട്, ഒരു രാജ്യത്ത് ഒരു നിയമം നടപ്പിലാക്കുന്നുണ്ട് എങ്കിൽ, രാജ്യത്ത് നമ്മൾ ഒരു ഫൈൻ ഈടാക്കുന്നുണ്ട് എങ്കിൽ, രാജ്യത്ത് നമ്മൾ നികുതി വാങ്ങുന്നുണ്ട് എങ്കിൽ ആ നികുതി വാങ്ങുന്ന ഒരു രീതിയുണ്ട്. എങ്ങനെയാണ് ഒരു തേനീച്ച ഒരു പൂവിൽ പോയി ഇരുന്നു കൊണ്ട് ആ പൂവിൽ നിന്ന് തേന് വലിച്ചെടുക്കുന്നതോ അത്രയും സൂക്ഷ്മതയിലും ആ പൂവ് അറിയാതെ വേണം തേനെടുക്കാൻ. ആ രീതിയിലായിരിക്കണം ഒരു നിയമം ഒരു രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ, ഏത് വിഭാഗത്തിൽ നടപ്പിലാക്കുമ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടാതെ അവരെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് വേണം നിയമം നടപ്പിലാക്കുന്നത്. ഇവിടെ കണ്ണടച്ചിട്ട് നിയമം നടപ്പിലാക്കുന്ന സാഹചര്യം നടക്കുന്നുണ്ട്. എവിടെന്നെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ തെരുവച്ചോന്ന് പാറി വന്നിട്ട് ഏതെങ്കിലും കടന്റെ മുന്നിൽ വന്നാൽ 20,000 25,000 ഫൈൻ ഇടുക. ഇവിടെ HI പറയുന്ന ഒരു വാക്കുണ്ട്, അത് കേസ്മാട്ട് കയറിപ്പോയി. കേസ്മാട്ട് കയറിപ്പോയി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വളരെ ദയനീയമായിട്ട് നമ്മുടെ പല നേതാക്കന്മാരും പല യൂത്ത് പ്രസിഡന്റുമാരൊക്കെ 10,000 15,000 ഫൈൻ ഇടുമ്പോൾ നമ്മൾ ലോക്കൽ ബോഡികളൊക്കെ പോയിട്ട് അവരെ മുന്നിൽ പോയി തല താഴ്ത്തിക്കൊണ്ട് കെഞ്ചിക്കൊണ്ട് യാചിക്കുന്ന സാഹചര്യം എത്ര നിലക്കുണ്ട്. പല കച്ചവടക്കാർ ആത്മഹത്യയുടെ വക്കിലാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് OP രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി KM ഹനീഫ മുഖ്യപ്രഭാഷണം നടത്തി. മുരളി ബേപ്പൂർ, P മണി, അജ്മൽ PM, K ബീരാൻ മമ്മുണ്ണി ഹാജി, ഷിജു പാലക്കൽ, മോഹൻ മാറാട്, മോഹൻ അരക്കിണർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബിലാത്തിക്കുളം ശ്രീ ശിവക്ഷേത്രത്തിൽ കലാപരിപാടികൾ അരങ്ങേറി. സീരിയൽ താരം കാർത്തിക് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗാനമേളയും അരങ്ങേറി.
ബിലാത്തിക്കുളം ശ്രീ ശിവക്ഷേത്രത്തിന്റെ ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രാദേശിക കലാപരിപാടികൾ സീരിയൽ താരം കാർത്തിക് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ കെ രഞ്ജിത്ത്, ആഘോഷ കമ്മിറ്റി സെക്രട്ടറി വിജയൻ, രക്ഷാധികാരി കൃഷ്ണദാസ്, മേൽശാന്തി വത്സൻ നമ്പൂതിരി, ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 4 ദിവസത്തെ പ്രാദേശിക കലാപരിപാടികളിൽ വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി. ഫിറ്റ് ആൻഡ് ഫണ്ണിന്റെ ഗാനമേളയും വേദിയിലെത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ULCCS ഒരു കോർപ്പറേറ്റ് കൊള്ള സംഘമായി മാറിയിരിക്കുകയാണെന്ന് മുൻ MLA PV അൻവർ. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി വ്യാജ സർവേ എന്ന് പരാതി. ഇതിനെതിരെ DCC തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും പ്രവീൺ കുമാർ പറഞ്ഞു. LP വിഭാഗത്തിൽ കൂടി സംസ്കൃതോത്സവം ആരംഭിക്കുന്ന കാര്യത്തിൽ അനുഭാവപൂർവമായ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന വൻ മാഫിയ സംഘം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ഭാരവാഹികൾ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.